അതിരപ്പള്ളിയിൽ 2 പേർ മരിച്ചത് കാട്ടാന ആക്രമണത്തിലെന്ന് സ്ഥിരീകരിക്കാൻ വൈകുന്നതായി വാഴച്ചാൽ DFO ലക്ഷ്മി. മരിച്ച സതീഷിന്റെ ശരീരത്തിലുള്ളത് ചെറിയ ചതവുകളാണ്. അംബികയുടെ മൃതശരീരം ലഭിച്ചത് പുഴയിൽ നിന്നാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ എന്നും DFO അറിയിച്ചു. അതേസമയം വനവാസികളുടെ മരണത്തിൽ പ്രതിഷേധിച്ച് നാളെ അതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താൽ നടത്തും. വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ വനംവകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരുന്നു. ശരിക്കും ഇന്നലെ വൈകിട്ടാണ് സംഭവിച്ചതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതും ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതും ഇന്ന് രാവിലെ 8 മണിക്കാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാഫ് പോവുകയും നമുക്ക് കാലിനെ കണ്ടിട്ട് ചവിട്ടിയാൽ മൃതദേഹം അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു ബോഡി വെള്ളത്തിലായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനൊരു വസ്തുത പുറത്തു വരികയുള്ളൂ. ചെറിയ ചതവുകളാണ് നമ്മുടെ സതീഷിൻ്റെ ബോഡിയിൽ കണ്ടത്. അതിന് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റുള്ളൂ ഇത് കാട്ടാനയുടെ ആക്രമണം കൊണ്ടാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ.